ശ്രീ ആർ ടി ശ്യാംകുമാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ശ്യാം, ഈ ഭക്തരെ കൊള്ളയടിക്കുക എന്നത് മാത്രമല്ല, ഈ സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചന ഇന്ന് കൂടി സംശയിക്കേണ്ടി വരുമോ നമുക്ക്? തീർച്ചയായിട്ടും കേരളത്തിലെ ഹൈന്ദവ സമൂഹം കർക്കിടക വാവ് ദിവസം ബലിതർപ്പണത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന പ്രധാനപ്പെട്ട 10 ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുമുല്ലാവാരം മഹാവിഷ്ണു ക്ഷേത്ര പരിസരത്തുള്ള അറവിക്കലിനോട് ചേർന്നുള്ള സ്നാനഘട്ടം. ഇന്ന് ലക്ഷക്കണക്കിന് പേരാണ് രാവിലെ 2 മണി മുതൽ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരുന്നത്. അവർക്കൊന്നും യാതൊരുവിധ അടിസ്ഥാന സൗകര്യവും ഒരുക്കുവാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തയ്യാറായില്ല എന്ന് മാത്രമല്ല, അവിടെ എത്തിയ ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ട വിശ്വാസികളെ, ഹിന്ദു സമൂഹത്തിൽപ്പെട്ട ലക്ഷക്കണക്കിന് പേരെ അപമാനിച്ചതിലൂടെ കേരളത്തിലെ മുഴുവൻ ഹിന്ദു സമൂഹവും അടിമകളാണ് എന്ന് ചിത്രീകരിക്കുന്ന രീതിയിലാണ് ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനം അവിടെ ഉണ്ടായത്. ഇത് അവിടെ ഇന്ന് ഇത്തരമൊരു പ്രശ്നമുണ്ടാക്കിയതിന് പിന്നിൽ ജനം ടി വിയിലൂടെ വരുന്നൊരു വാർത്ത അത് ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നുള്ളതാണ്. തീർച്ചയായും അത് ശരിവെക്കുന്ന തരത്തിലാണ് അവിടുത്തെ ഇന്നുണ്ടായ സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത്. അതായത് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥന്മാർ യോഗം കൂടുകയുണ്ടായി. അതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് പങ്കെടുത്ത ഉദ്യോഗസ്ഥൻ പൂർണ്ണമായും അവിടുത്തെ ക്രമീകരണങ്ങൾ എല്ലാം പൂർത്തിയായെന്നും ലക്ഷക്കണക്കിന് അവിടെ എത്തുന്ന ഭക്തർക്ക് വളരെ സൗകര്യപ്രദമായി പിതൃതർപ്പണം ചെയ്ത് മടങ്ങുവാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും സജ്ജമാക്കിയെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഭക്തജനങ്ങൾ അവിടേക്ക് എത്തിയത്. എന്നാൽ രാവിലെ 3 മണി മുതൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിർദ്ദേശിച്ച 100 രൂപയുടെ കൂപ്പൺ എടുത്ത് കാത്തുനിന്ന ഭക്തർക്ക് തർപ്പണം ചെയ്യാൻ കഴിയാതെ മടങ്ങി എന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ട് ഇതിന് നേതൃത്വം നൽകിയ തിരുമുല്ലാവാരം മഹാവിഷ്ണു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മുഴുവൻ ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ് ഹിന്ദു ഐക്യവേദിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെടുവാനുള്ളത്. മറ്റൊരു കാര്യം, ഹിന്ദു സമൂഹത്തിന് മേൽ ഉണ്ടായ ഈ അപമാനം ഒരു കാരണവശാലും സഹിക്കില്ല. നാളെ മുതൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കൊല്ലം ജില്ലയിലുള്ള മുഴുവൻ ഓഫീസുകളുടെ മുന്നിൽ ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായി ലക്ഷക്കണക്കിന് വരുന്ന ഹിന്ദു സമൂഹത്തെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള സമരത്തിന് ഹിന്ദു ഐക്യവേദി നേതൃത്വം നൽകും. വളരെയധികം നന്ദി ശ്രീ ശ്യാംകുമാർ. എന്തായാലും ഭക്തർക്കൊപ്പം അടിയുറച്ചു നിൽക്കുമെന്ന് തന്നെയാണ് ഹിന്ദു ഐക്യവേദി, ഒപ്പം BJP യും ഒക്കെ ആവർത്തിക്കുന്നത്.